നമസ്കാരം. CMRL മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരണമെന്ന ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധിയെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. പുതിയതായി തെളിവ് ശേഖരിക്കണമെന്ന് കരുതുന്നില്ല. കുഴൽനാടന്റെ കേസും തന്റെ കേസും രണ്ടാണ്. നടന്ന ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റിയില്ല. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. നൽകാത്ത സേവനത്തിനാണ് ഇൻവോയ്സ്. GST തട്ടിപ്പ് നടത്തി സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ കേസെടുക്കാം. വീണ ഇടനിലക്കാരിയാണെന്നും പ്രതി പിണറായിയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇനിയൊരു തരത്തിലും ED അന്വേഷണത്തെ തടയാൻ ആർക്കും കഴിയില്ലെന്നും വീണ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായ നിയമപരമായ എല്ലാ നടപടികളെയും തടയാൻ ശ്രമിച്ചു. ഇനി അതിനവർക്ക് കഴിയില്ല. EDക്ക് ഇനി കൂടുതലായി അന്വേഷിക്കേണ്ടി വരില്ല. SFIOയെ അന്വേഷണത്തിൽ തന്നെ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ആവശ്യം വരില്ല. കൂടുതൽ നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് കരുതുന്നതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. വീണ ചെയ്ത തെറ്റെന്താണെന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനവുമായി ഒരു ഇടപാട് നടത്തുന്നത് തെറ്റ്. അതിൽ കൃത്രിമത്വം കാണിക്കുന്നത് അതിലും വലിയ തെറ്റാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വീണ പ്രതിസ്ഥാനത്തുണ്ട്. അക്കൗണ്ടിൽ പെടാത്ത 100 കോടിയിലധികം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നത്. ഈ വിഷയം EDയുടെ അധികാരപരിധിക്ക് പുറത്താണെന്ന് വാദിച്ചുകൊണ്ട് സമർപ്പിച്ച അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തെ ഈ ഉത്തരവ് തടയണമെന്ന CMRL അഭിഭാഷകന്റെ ആവശ്യവും തള്ളി. കമ്പനി MD ശശിധരൻ ഖർത്തയും 5 ഉദ്യോഗസ്ഥരുമാണ് കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഏജൻസി അന്വേഷണം മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്ന് CMRL ഹർജിയിൽ പറയുന്നുമുണ്ട്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ട് പോയിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള കേസാണെന്നുമാണ് ED കോടതിയിൽ വാദിച്ചത്. എന്നാൽ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രെഡിക്കേറ്റ് ഒഫൻസ് കേസിൽ ഇതുവരെ വെളിവായിട്ടില്ലെന്ന് CMRL കോടതിയിൽ ആവർത്തിച്ചു. SFIOയെ സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായതിനാൽ അതിനെ നിലവിലൊരു കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നും അതിനാൽ PMLA പ്രകാരമുള്ള അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനിയുടെ പ്രധാന വാദം. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് CMRLനെതിരായ നടപടി വെള്ളിയാഴ്ച വരെ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു.